നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. നാളെ കുടുംബക്ഷേത്രത്തിൽ നടക്കുന്ന പ്രശ്നപരിഹാര പൂജയിലൂടെ നിന്റെ വേദനകൾക്ക് ശാശ്വതമായ പരിഹാരം ഉണ്ടാകും. അമ്മയുടെ മനസ്സ് വലിയും. നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് പോയി പൂജയും ചെയ്യണം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എന്റെ സംശയം ഇപ്പോഴും ബാക്കിയാണ് സാവിത്രി. എന്ത് സംശയം? അല്ല, ജയറാമിന്റെ പേര് നറുക്കിടാൻ പറ്റില്ലെന്ന് രാജലക്ഷ്മി അമ്മ തറപ്പിച്ചു പറഞ്ഞു. പിന്നെങ്ങനെ ജയറാമിന്റെയും നന്ദിനിയുടെയും പേര് വന്നു? അതിനെത്ര സംശയിക്കാൻ എന്തിരിക്കുന്നു ഇന്ദ്രജയ്? അരിയാഹാരം കഴിക്കുന്ന ഏതൊരുവനും മനസ്സിലാക്കാവുന്ന കാര്യമല്ലേ അത്? അവരിപ്പോഴും ലൈല മജ്നുവിനെ പോലെയാ. അതാരാ ഈ ലൈലേ മജ്നു? അയൽവക്കക്കാരൻ? അതൊന്നും അല്ലെന്നേ, ആ അറബി കഥയിലെ പ്രണയ ജോഡികള്. ഓ, അവര് നമ്മുടെ ലൈല മജ്നുമാര്. അവരെ പോലെയാണോ ഇവര്? സംശയം എന്ത്? ഇന്ദ്രജയുടെ അനുജത്തി മാധുരി തട്ടിപ്പോയതില് ഏറ്റവും കൂടുതൽ മതിമറന്ന് ആഹ്ലാദിക്കുന്നത് ഇവളാ, ആ നന്ദിനി. അതെനിക്കറിയാം. അക്കാര്യം പ്രത്യേകിച്ചൊന്നും പറയണ്ട. എന്റെ അനിയത്തിയെ കൊന്നത് ഇവളും അവനും കൂടിയാ, അതിനൊരു സംശയവും വേണ്ട. ആ കഥ എനിക്കും അറിയാം. അങ്ങനെ മാധുരിയെ ഇവരെ രണ്ടുപേരും ചേർന്ന് കൊല്ലണമെങ്കില് അതിന്റെ അർത്ഥം എന്താ? നന്ദിനിക്കും ജയറാമിനും ഇനിയുള്ള കാലം ഒരുമിച്ച് ജീവിക്കണം, അത് തന്നെ കാര്യം. അത് അവര് തമ്മിലുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്. ആ അണ്ടർസ്റ്റാൻഡ് ഞാൻ തകർക്കും. അവര് തമ്മിൽ ഒരുമിച്ച് ജീവിക്കാൻ ഈ ഇന്ദ്രജ അവസരം കൊടുക്കില്ല. അവനെ മാത്രമല്ല, അവളെ ഞാൻ ജയിലിലേക്ക് അയക്കും. അയക്കണം. ചെമ്പകമംഗലത്തുനിന്ന് ഈ രണ്ടെണ്ണം പോയി തുടങ്ങിയാലേ എനിക്കൊരു സമാധാന സ്വസ്ഥതയുണ്ടാവും. ഇത് മാത്രമല്ല സാവിത്രി, ഇവൻ ഈ ജയറാം നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രു ആവാൻ പോവുക. സാവിത്രിയുടെ ശത്രു. അത് മനസ്സിലായില്ലേ? അവൻ ഇവിടെ പറ്റിക്കൂടിയിരിക്കുന്നതും ഇവിടെ പലരെയും കയ്യിലെടുക്കാൻ നോക്കുന്നതും വേറെ ലക്ഷ്യത്തിന്. എന്ത് ലക്ഷ്യം? കാർത്തിക്കിന് രാജലക്ഷ്മി അമ്മ കൊടുത്ത ഇഷ്ടദാന ആധാരത്തിന് മേൽ ജയറാമൻ കത്രിക പോട്ടിടും. ജഗദീഷിനെയും കൂട്ടുപിടിച്ച് ഇവൻ സിവിൽ കോർട്ടിൽ പോവും. രാജലക്ഷ്മി അമ്മ കൂടി എസ് മൂളിയാല് ഇഷ്ടദാന ആധാരം സ്വാഹ. അങ്ങനെയൊക്കെ സംഭവിക്കൂ? സംഭവിക്കാം. ഈ ശാന്തമായ ഭാവത്തിലൊന്നും നടക്കുന്നവനല്ല സാക്ഷാത് ജയറാമൻ. ഇവനും ജഗദീഷും കൂടി കൂടിയാലേ സാവിത്രി ഔട്ട്. അതിനി എന്ത് ചെയ്യും ഇന്ദ്രജയ്? അതിനുള്ള വഴികളൊക്കെ ഞാൻ കണ്ടെത്തി തരാം. സാവിത്രി എന്റെ കൂടെ നിന്നാ മാത്രം മതി. അക്കാര്യം ഞാൻ നടപ്പാക്കി തരാം. ഇപ്പൊ തന്നെ അതിനുള്ള ഒരു ഗോൾഡൻ ചാൻസ് ഒത്തുവന്നിരിക്കുക. അതുകൊണ്ട് ആദ്യം പറ, ഈ പൂജയുടെ ചടങ്ങുകളൊക്കെ എങ്ങനെയാ? ക്ഷേത്രത്തിലെ പൂജകളാണോ? അതെ. ആ, പൂജ ചെയ്യുന്ന സ്ത്രീയുടെ കയ്യില് 3 നാളികേരം വേണം. അവളാ നാളികേരവുമായി ക്ഷേത്രത്തിന് 3 വട്ടം വലം വെക്കണം. എന്നിട്ട് സകല പാപങ്ങളും ക്ഷമിക്കാൻ പ്രാർത്ഥിച്ച് നടക്കരികിലുള്ള കല്ലില് നാളികേരം എറിഞ്ഞുടയ്ക്കണം. നാളികേരം എറിഞ്ഞുടയ്ക്കണം? അതെ. നന്ദിനിയുടെ ജീവിതം കൂടി അങ്ങ് ഉടഞ്ഞു പൊടിഞ്ഞു തീർന്നാലോ? സാവിത്രി, ഇന്ദ്രജിക്ക് കനിവും കാരുണ്യവും ഒക്കെ ഉണ്ട്. അത് എന്നെ സ്നേഹിക്കുന്നവരോട് മാത്രം. അല്ലാത്തവരോട് എനിക്ക് യാതൊരു ദയയുമില്ല. നീതിയും നിയമവും മാനുഷിക മൂല്യവും തകർക്കപ്പെടുന്ന ഒരു ലോകമാണിത്. തെറ്റു മാത്രമുള്ള ഒരു ലോകത്ത് തെറ്റ് ചെയ്യാതിരിക്കുന്നതാണ് തെറ്റ്. പൂജാ ദിവസം നന്ദിനിയുടെ അവസാന ദിവസമായിരിക്കും. കുറിച്ചു വെച്ചോ. എത്ര വർഷങ്ങൾ കടന്നുപോയി ഞാൻ ജയേട്ടനോടൊപ്പം യാത്ര ചെയ്തിട്ട്. ഒട്ടും പ്രതീക്ഷിച്ചതല്ല വീണ്ടും ഇങ്ങനെയൊക്കെ പോകാൻ പറ്റുമെന്ന്, അതും അമ്പലത്തിലേക്ക്.
ഇങ്ങനെ ഒരു നല്ല നാള് വരുമെന്ന് സ്വപ്നത്തിൽ പോലും കരുതിയതല്ല. ഒരുപക്ഷെ ദേവി എനിക്ക് തിരികെ തരാൻ വേണ്ടി ദൈവവുമായിട്ട് ഒരുക്കിയ അവസരമായിരിക്കും ഇത്. നാളെ കുടുംബക്ഷേത്രത്തിൽ നടക്കുന്ന പ്രശ്നപരിഹാര പൂജയിലൂടെ നിന്റെ വേദനകൾക്ക് ശാശ്വതമായ പരിഹാരം ഉണ്ടാകും. അമ്മയുടെ മനസ്സ് വലിയും. നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് പോയി പൂജയും ചെയ്യണം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ജേട്ടൻ ഒരു പാവ. മാധുരിയുടെ ഒരു ചതിയില് ജേട്ടൻ വീണു പോയതായിരിക്കും. അതുകൊണ്ട് പാവം ജേട്ടൻ എന്തൊക്കെ അനുഭവിച്ചു. ഒരു കടലോളം സ്നേഹം എനിക്ക് തന്നോളാം എൻ്റെ ദേവി. അത് തിരിച്ചറിഞ്ഞിട്ടും എനിക്കെൻ്റെ ദേവി ഉപേക്ഷിച്ച് പോകേണ്ടി വന്നു. എന്തൊരു വിധി! നാളെ നമ്മൾ ഒരുമിച്ച് അമ്പലത്തിലേക്ക് പോകുന്നു. അതെ. ദേവി, എത്ര കാലമല്ലേ ഒരുമിച്ചൊക്കെ ഒന്ന് പുറത്തേക്ക് പോയിട്ട്? സന്തോഷമല്ലേ? ആ നറുക്കെടുപ്പിൽ നമ്മുടെ രണ്ടുപേരുടെ പേരുകൾ എഴുതിയിട്ടത് ആരാണ്? ദേവിയാണോ? ഞാനല്ല. ആ, നാളത്തെ ഒരു ദിവസത്തെ സന്തോഷത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഉറക്കം വരുന്നില്ല. ദേവിക്കും മീനാക്ഷി. പോലെ പോലെ അമ്മ പോവണ്ട. ഞാനേ അബദ്ധത്തിൽ വന്നതാ. ഇനി കട്ടുറുമ്പാവില്ല. ആ, ഞാൻ വേഗം തിരിച്ചു പോയിക്കോളാം. നീ പോവണ്ണേ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.